മുസറല്ല ചീസ്. ഈ ചീസിനെ കുറിച്ച് അറിയാത്തവരായി ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ പിസ്സയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചീസാണ് മുസറല്ല ചീസ്. ഇത് വെച്ചിട്ട് ഞാനൊരു സ്റ്റാർട്ടർ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. മുസറല്ല ചീസ് സ്റ്റിക്സ്. ഞാൻ ഷെല്ലി ഷൈജൻ. വെൽക്കം ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുസറല്ല ചീസ് സ്റ്റിക്സ് ആണ്. അതൊരു സ്റ്റാർട്ടർ ആയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുസറല്ല ചീസാണ്. അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. മുസറല്ല ചീസിന്റെ ഇങ്ങനെ സ്റ്റിക്ക് പോലെ കട്ട് ചെയ്ത് വെച്ചതും, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് കോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബാറ്ററും, പിന്നെ ബ്രെഡ് ക്രംസും, പിന്നെ സീസണിങ് ചെയ്യാനായിട്ടുള്ള ഹെർബ്സോ അങ്ങനത്തെ ഐറ്റംസുകൾ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നമുക്ക് വീട്ടിലായാലും ഇത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. പിന്നെ നമുക്കിതിന് ബാറ്റർ ഒരെണ്ണം തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലവറും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് പിസ്സയിലിടുന്ന പൗഡറുകളില്ലേ, നമ്മൾ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ. അതായത് ഇറ്റാലിയൻ സ്പൈസസ് എന്ന് പറയും അതിനെ. ആ സ്പൈസസ് അല്ലെങ്കിൽ ഒറിഗാനോ ഇട്ടാലും മതി ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട്. പിന്നെ അല്പം കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ആയാലും മതി. ഒരുപാടൊന്നും ഇടരുത് കേട്ടോ, വളരെ ലൈറ്റായിട്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. പിന്നെ വേറൊരു പ്ലേറ്റിൽ കുറച്ച് ബ്രെഡ് ക്രംസും അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു ബാറ്റർ റെഡിയാക്കാം. ഇതുപോലൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഈ ചീസിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. ഓപ്ഷനിലാണ്, ഇത് ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സ്റ്റിക്ക് ഇല്ലാണ്ടും നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പല്ലേ, വളരെ ഈസിയാണ്. ഇതുപോലെ ഓരോ സ്റ്റിക്കുകളും നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാറ്ററിൽ മുക്കി ക്രംസ് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ സ്റ്റിക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടൂ. അതിനായിട്ട് നമുക്കൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. ബോയിലായി കഴിയുമ്പോൾ നന്നായി ഹീറ്റായതിന് ശേഷം മാത്രം ഈ സ്റ്റിക്കുകൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം സ്റ്റിക്കുകൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇടരുത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ചീസല്ലേ, അപ്പോൾ ഒന്ന് ചൂടായി തന്നെ മെൽറ്റാവും. അപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ മറിച്ചിടുക. എല്ലാ വശവും റെഡിയായി കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ മുസറല്ല ചീസ് സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കെച്ചപ്പോ മയോണൈസോ കൂട്ടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.